പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളെ പുതിയൊരു വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത്. ഭാരതപ്പുഴയും കടന്ന് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമപ്രദേശത്തേക്കാണ് ഇന്നെൻ്റെ യാത്ര. ഞാൻ ആലുവയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 60 രൂപ മാത്രമേ ഉള്ളൂ പാലക്കാട് എന്ന ജില്ലയിലേക്ക്. രാവിലെ 7:40-നാണ് ട്രെയിൻ. ഏകദേശം 2 മണിക്കൂർ വേണം പാലക്കാട് ജില്ലയിലേക്ക് ഈ ട്രെയിൻ എത്തിച്ചേരാൻ. ഞാൻ രാവിലെ കൃത്യസമയത്ത് തന്നെ യാത്ര ആരംഭിച്ചു. 10 മണിയോടുകൂടി ഈ ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിൽ എത്തിച്ചേരുകയും ചെയ്തു. അവിടെ നിന്നും കൊല്ലങ്കോടിലേക്ക് ഏകദേശം 25 കിലോമീറ്റർ ദൂരമുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ബൈക്കും എടുത്താണ് കൊല്ലങ്കോടിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചത്. പാലക്കാട് ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രപരമായ ഒട്ടനവധി സവിശേഷതകൾ നിറഞ്ഞതാണ്. പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ പ്രകൃതിയിൽ നിന്നും വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കരിമ്പനക്കൂട്ടമാണ്. കരിമ്പനകൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും നല്ല ഉയരത്തിൽ പ്രൗഢഗംഭീരത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. കരിമ്പനകളെക്കുറിച്ച് നിരവധി ഗുണങ്ങളുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇടിമിന്നൽ പോലെയുള്ള മാരക ശക്തിയിൽ നിന്നും പ്രകൃതിയിലെ ജീവജാലങ്ങളെ പന സംരക്ഷിച്ചു നിർത്തുന്നു. കൂടാതെ കരിമ്പനയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പനം കള്ള്, പനം ശർക്കര, പനം കൽക്കണ്ടം അങ്ങനെ ഒട്ടനവധിയാണ്. കൂടാതെ കരിമ്പന ഓലകൾ കൊണ്ട് വീടിൻ്റെ മേൽക്കൂര മേയാനും ഈ പനയുടെ ഓല ഉപയോഗിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ദൂരം സഞ്ചരിച്ചു ഞങ്ങൾ കൊല്ലങ്കോട് എന്ന ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. കൊല്ലങ്കോട് എവിടെ നോക്കിയാലും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് നമ്മുടെ കണ്ണിനെ പുളകം കൊള്ളിക്കുന്നത്. യാത്രാവേളയിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ഇടത്തരം വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഞങ്ങൾ ഏകദേശം ഉച്ച കഴിഞ്ഞ് 3 മണിയോട് അടുത്തായി കൊല്ലങ്കോട് ഗ്രാമത്തിൽ എത്തിച്ചേർന്നത്. നല്ല കാറ്റും തണുപ്പുമായിരുന്നു ആ സമയത്ത്. മഴ പെയ്യാനുള്ള നല്ല സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ പ്രകൃതി ഞങ്ങളെ ചതിച്ചില്ല. അങ്ങനെ ഈ യാത്രയുടെ വിശ്രമവേളയിൽ ഈ മണ്ണിൻ്റെ അടിസ്ഥാന ജനവിഭാഗമായ തദ്ദേശ ജനതയുടെ ഉന്നതി സന്ദർശിക്കാനുള്ള യാത്രയിലാണ് ഞങ്ങൾ. ആ പച്ചയായ മനുഷ്യരുടെ ജനവാസ മേഖലയിലേക്കുള്ള യാത്ര വളരെ ദുസ്സഹമാണ്. കാരണം പാടവരമ്പിലൂടെ വേണം അവിടെ എത്താൻ. യാത്ര ചെയ്യാൻ വേറെ മാർഗമൊന്നുമില്ല. ഏകദേശം അരമണിക്കൂർ വേണ്ടി വന്നു അവരുടെ ഊരിലേക്കെത്താൻ. എന്തായാലും എൻ്റെ ഇത്ര നാളത്തെ യാത്രക്കിടയിൽ മറക്കാനാവാത്ത ഒത്തിരി അനുഭവങ്ങളായിരുന്നു ഈ യാത്രയിൽ ഞാൻ അനുഭവിച്ചത്. രാവിലെ 5 മണിക്ക് ഇറങ്ങിയതാണ്. ഒന്നും തന്നെയും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട്. വിശപ്പെല്ലാം സഹിച്ച് ആ പാടവരമ്പിലൂടെ വീണ്ടും നടന്നു നീങ്ങി. എന്തായാലും ഒടുവിൽ ആ ഊരിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. അവിടെ ഞങ്ങളെയും കാത്ത് ആ ഊരിലെ ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവിടെ കണ്ട കാഴ്ചകൾ മനസ്സിനെയും കരളിനെയും കരയിപ്പിക്കുന്ന രീതിയിലുള്ള ശോചനീയമായ അവസ്ഥയായിരുന്നു. ഇത്രയും ശോചനീയമായ അവസ്ഥ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ചോർന്നൊലിക്കുന്ന മേൽക്കൂര, പ്രാഥമിക കർമ്മങ്ങൾ നടത്തുവാൻ പറ്റാത്ത അവസ്ഥ, മഴക്കാലമായാൽ ഇഴജന്തുക്കളും വന്യമൃഗങ്ങളും കാട്ടാനയുടെയും ശല്യം മൂലം ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ആ പച്ചയായ മനുഷ്യർ അവിടെ ഇത്രയും നാൾ ജീവിച്ചിരുന്നത്. കുറച്ചു നേരം ഞങ്ങൾ അവിടെ വിശ്രമിച്ചു. അവർ തന്ന ചക്കപ്പഴവും ചായയും കഴിച്ച് കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ വീണ്ടും പാടവരമ്പിലേക്ക് നടന്നു. അതിനുശേഷം ഞങ്ങൾ പോയത് കൊല്ലങ്കോട് അടുത്തുള്ള ചിങ്ങൻചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലേക്കായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ ഒരു കാവാണെന്ന് അവിടെ നടന്നു കണ്ടപ്പോൾ മനസ്സിലായി. അവിടെ ചിങ്ങൻചിറയും നമുക്ക് കാണാൻ സാധിക്കും. വേണ്ട രീതിയിൽ സംരക്ഷിച്ചു നിലനിർത്തിയാൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ മുതൽക്കൂട്ടായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കുറേ സമയം ആ കാവിൽ ഞങ്ങൾ സമയം ചിലവഴിച്ചു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ഇനി ഇതേപോലെയുള്ള യാത്രാ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.